2 വർഷമായി ഇവിടെ ജോയിൻ ചെയ്തിട്ട്. അതിനു മുമ്പ് വീട്ടിൽ വെറുതെ ഇരിക്കുമായിരുന്നു. ഇവിടെ വന്നാണ് കൂടുതലും പഠിച്ചത്. ഇവിടെ വന്നു കണ്ട് ഒരു ചെറിയ വരുമാനമായി അത്യാവശ്യം നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടക്കുന്നു. വീട്ടിൽ ചുമ്മാ ഇരിക്കുമായിരുന്നു. അന്നേരം ഇങ്ങനെ ഒരു പ്രസ്താവന അറിഞ്ഞ് വന്നത് വരുമാന മാർഗമായി. ആശുപത്രികളിലെ യൂണിഫോമുകൾ തുടങ്ങി തുണിസഞ്ചികൾ വരെ, സ്കൂളുകളിലേക്കുള്ള യൂണിഫോമുകൾ മുതൽ സ്ത്രീകൾക്കായുള്ള നൈറ്റികളും കുഞ്ഞുങ്ങൾക്കുള്ള കുഞ്ഞുടുപ്പും തുടങ്ങി ഏതുതരം തയ്യൽ പ്രവർത്തനങ്ങൾക്കും കിടങ്ങൂർ അപ്പാരൽ പാർക്കിലേക്കൊന്ന് എത്തിയാൽ മതി. നമ്മുടെ തയ്യൽ യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കോട്ടയം ജില്ലയിലെ തയ്യൽ സംരംഭകർ ഒരു കൺസോർഷ്യമാണ്. നമുക്ക് എത്രത്തോളം വർക്ക് വന്നാലും നമ്മൾ ഈ വർക്ക് ഇവിടെ ഏറ്റെടുത്ത് നമ്മുടെ കോട്ടയം ജില്ലയിൽ തന്നെയുള്ള മറ്റ് കുടുംബശ്രീ തയ്യൽ സംരംഭങ്ങളെ കൂടി ചേർത്തുകൊണ്ടാണ് നമ്മുടെ ഇവിടുത്തെ വർക്കുകൾ പോകുന്നത്. ഗ്രൂപ്പ് സംരംഭകർക്കായാലും വീടുകളിലിരുന്ന് തയ്യൽ ജോലികൾ ചെയ്യുന്നവർക്കായാലും നമുക്ക് ഇവിടെ നിന്നും തൊഴിൽ കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. തയ്യൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാവിധ അത്യാധുനിക മെഷീനുകളും ഒരു കുടക്കീഴിൽ തന്നെയുള്ളത് ഇവരുടെ പ്രത്യേകതയാണ്. ഇപ്പോൾ ഒരു 3 CDCകൾ നമ്മൾ പരിശീലനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് നമ്മൾ ഇവിടെ തന്നെ ഒരു തയ്യലിൻ്റെ പരിശീലന കേന്ദ്രം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പഠിക്കാൻ താല്പര്യമായി വരുന്നവർക്ക് ഇവിടെ നിന്ന് തന്നെ നമ്മൾ തയ്യൽ പരിശീലനം നൽകി വരുന്നുണ്ട്. വീടുകളിൽ ഒതുങ്ങിക്കൂടി കഴിഞ്ഞിരുന്ന സ്ത്രീകളെ സ്വയം പ്രാപ്തരാക്കാനും അപ്പാരൽ പാർക്കിന് സാധിക്കുന്നു. 2 വർഷമായി ഇവിടെ ജോയിൻ ചെയ്തിട്ട്. അതിനു മുമ്പ് വീട്ടിൽ വെറുതെ ഇരിക്കുമായിരുന്നു. ഇവിടെ വന്നാണ് കൂടുതലും പഠിച്ചത്. ഇവിടെ വന്നു കണ്ട് ഒരു ചെറിയ വരുമാനമായി അത്യാവശ്യം നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടക്കുന്നു. വീട്ടിൽ ചുമ്മാ ഇരിക്കുമായിരുന്നു. അന്നേരം ഇങ്ങനെ ഒരു പ്രസ്താവന അറിഞ്ഞ് വന്നത് വരുമാന മാർഗമായി. അപ്പാരൽ പാർക്കിൽ ജോലി ചെയ്യുന്നവരെ കൂടാതെ വിവിധ കുടുംബശ്രീ തയ്യൽ യൂണിറ്റുകൾക്കും വ്യക്തിഗത തയ്യൽ സംരംഭകർക്കും ഇവിടെ നിന്നും വർക്കുകൾ നൽകി വരുന്നു. ഹർഗർ തിരങ്ക പദ്ധതി പ്രകാരം ജില്ലയിലേക്ക് ആവശ്യമായ 2 ലക്ഷം ദേശീയ പതാകകൾ നിർമ്മിച്ചതും കിടങ്ങൂർ അപ്പാരൽ പാർക്കിൽ നിന്നാണ്.